സുപ്രീം കോടതിയുടെ സമീപകാല നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ദളിത് ക്രൈസ്തവർ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ചും അവരുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചും ദ ക്യൂൻ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തെ ആസ്പദമാക്കി നമുക്കിന്ന് സംസാരിക്കാം. മതം മാറിയതുകൊണ്ട് മാത്രം ഒരാളുടെ ജാതിപരമായ പിന്നോക്കാവസ്ഥ ഇല്ലാതാകുമോ? ഈ ചോദ്യമാണ് ദളിത് ക്രൈസ്തവരുടെയും ദളിത് മുസ്ലിമുകളുടെയും പട്ടികജാതി പദവിക്കുള്ള പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദു. 1950 പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം ഹിന്ദു മതത്തിലുള്ളവർക്ക് മാത്രമായിരുന്നു പട്ടികജാതി പദവി നൽകിയിരുന്നത്. പിന്നീട് സിഖ്, ബുദ്ധിസ്റ്റ് മതവിഭാഗങ്ങളിലെ ദളിതരെ ഇതിൽ ഉൾപ്പെടുത്തി. എന്നാൽ ദളിത് ക്രൈസ്തവർ ഇപ്പോഴും ഈ പരിധിക്ക് പുറത്താണ്. ഇവർക്ക് സംവരണം ലഭിക്കുന്നത് OBC വിഭാഗത്തിലാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പട്ടികജാതി പദവി കേവലം ഒരു മതപരമായ സ്വത്വമല്ല, മറിച്ച് ചരിത്രപരമായി അനുഭവിച്ചു വരുന്ന തൊട്ടുകൂടായ്മയ്ക്കും സാമൂഹിക വിവേചനത്തിനുമുള്ള പരിഹാരമാണ്. ലേഖനം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ജാതിയുടെ തുടർച്ച. മതം മാറിയാലും സമൂഹത്തിന്റെ കണ്ണിൽ ഒരാളുടെ ജാതി മാറുന്നില്ല. വിവാഹം, ജോലി, വീട് വാടകയ്ക്കെടുക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഇവർ വിവേചനം നേരിടുന്നു. ക്രിസ്തുമതം വിഭാവനം ചെയ്യുന്ന സമത്വം സഭയ്ക്കുള്ളിൽ പലപ്പോഴും ദൃശ്യമല്ല. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സഭകളിൽ പോലും ദളിത് ക്രൈസ്തവർ നേരിടുന്ന വിവേചനം സനൽ മോഹനെ പോലുള്ള ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിരോധികളുടെ പ്രധാന വാദം ക്രിസ്തുമതത്തിൽ ജാതിയില്ല എന്നാണ്. എന്നാൽ സിഖ്, ബുദ്ധമതങ്ങളിലും സിദ്ധാന്തപരമായി ജാതിയില്ല. പക്ഷേ അവിടുത്തെ ദളിതർക്ക് SC പദവി നൽകിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ദളിത് ക്രൈസ്തവർക്ക് മാത്രം ഇത് നിഷേധിക്കപ്പെടുന്നു? ഇത് തുല്യനീതിയുടെ ലംഘനമാണ്. പട്ടികജാതി പദവി ലഭിക്കാത്തതിനാൽ ഇവർക്ക് SC/ST പീഡന നിരോധ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നില്ല എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ദളിത് ക്രൈസ്തവർ കമ്മ്യൂണിസ്റ്റ് ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയമായ അവബോധം നേടിയിട്ടുണ്ട്. എന്നാൽ ഒഡീഷ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇവർ ഇരട്ട വിവേചനമാണ് നേരിടുന്നത്. ഒന്ന്, ജാതിയുടെ പേരിൽ. രണ്ട്, ന്യൂനപക്ഷ മതം എന്ന നിലയിൽ ഹിന്ദുത്വ ഗ്രൂപ്പുകളിൽ നിന്ന് ആക്രമണം. സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് ഇവരുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കും. ചുരുക്കത്തിൽ, സംവരണം എന്നതൊരു മതപരമായ ആനുകൂല്യമല്ല, മറിച്ച് സാമൂഹികമായ ശാക്തീകരണത്തിനുള്ള മാർഗമാണ്. ജാതി വിവേചനം മതം നോക്കിയല്ല നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ജാതി അധിഷ്ഠിത ആനുകൂല്യങ്ങളും മതം നോക്കി നിഷേധിക്കപ്പെടരുത്. തുല്യമായ പൗരത്വം ഉറപ്പാക്കാൻ ദളിത് ക്രൈസ്തവരുടെ യാഥാർത്ഥ്യങ്ങൾ ഭരണകൂടം തിരിച്ചറിയേണ്ടതുണ്ട്.